ആഖിർ സമാനിൽ ജീവിക്കുന്നൊരു മുഅ്മിനായ മനുഷ്യന് വേദനകളാണ് ഉണ്ടാകുക. ആർക്ക് വേദന ഉണ്ടാവും? മുഅ്മിനായ മനുഷ്യന് വേദന ഉണ്ടാവും. മുഅ്മിനായ മനുഷ്യന് ആഖിർ സമാനിൽ വേദന തന്നെ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അവൻ ഉരുകിത്തീരും. എന്തുകൊണ്ട്? മുൻകറാത്തായ കാര്യങ്ങൾ അവൻ നേരിട്ട് കാണും. ഫലാ യസ്തതീഉ അൻ യുഗയ്യിറഹു, അതിനെ തിരുത്താൻ അവനോട്ട് കഴിയില്ല. അതായത് ഒരു മുഅ്മിനായ മനുഷ്യൻ അവസാന കാലത്ത് ജീവിക്കുമ്പോൾ അവൻ പലതും കാണും. അവനങ്ങോട്ട് ഉരുകും. പക്ഷെ ഫലാ യസ്തതീഉ അൻ യുഗയ്യിറഹു, അതിനെ തിരുത്താൻ അവന് ഒരിക്കലും കഴിയില്ല. കണ്ണുള്ള മനുഷ്യന് ചെവിയുള്ള മനുഷ്യനും ഇന്ന് ഉരുകണ കാലമാണ്. കാരണം എവിടെയും ഉരുകേണ്ടതാണ്, എല്ലായിടത്തും. തീർത്താൽ തീരാ തിന്മകൾ ചുറ്റും നിന്ന് തിമർക്കെ കണ്ണടയാത്തൊരു ദീർഘായുസ്സും ദീപ്ത മനസ്സും സ്നേഹവും ഒക്കെ നമുക്കൊരു ശാപം എന്നൊരു കവി പറഞ്ഞിട്ടുണ്ട്. ഉള്ളൂരാണെന്നാണ് എൻ്റെ ഓർമ്മയെന്നാണ്. ചിലപ്പോൾ അത് ഉള്ളൂരാകാനും സാധ്യതയുണ്ട്. അങ്ങനത്തെ കരിവരികളൊക്കെ ഏകദേശം ഉള്ളൂരിൻ്റെതാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കവിതയാണത്. തീർത്താൽ തീരാ തിന്മകൾ ചുറ്റും നിന്നു തിമർക്കെ കണ്ണടയാത്തൊരു ദീർഘായുസ്സും ദീപ്ത മനസ്സും സ്നേഹവും ഒക്കെ നമുക്കൊരു ശാപം എന്നാണ് കവി പറഞ്ഞത്. തീർത്താൽ തീരാ തിന്മകൾ നാടാകെ തിന്മകളാണ്. തീർത്താൽ തീരാ തിന്മകൾ ചുറ്റും നിന്നു തിമർക്കെ, അത് തിമർക്കാണ്. അപ്പോൾ കണ്ണടയാത്തൊരു ദീർഘായുസ്സും ദീപ്ത മനസ്സും പ്രകാശമുള്ള ഒരു മനസ്സും കണ്ണടയാത്ത ഒരു ജീവിതവും ഒരു ജീവനും സ്നേഹവും ഒക്കെ നമുക്ക് ശാപമായി മാറും. അപ്പോൾ പിന്നെ ജീവിക്കൽ ശാപമായിരിക്കും. കാരണം ഫലാ യസ്തതീഉ അൻ യുഗയ്യിറഹു, അവിടെ കൊണ്ടുവച്ചാൽ ഈ തിന്മകളെ തിരുത്താൻ ഈ വ്യക്തിക്കോട്ട് കഴിയില്ല. പിന്നെ അവൻ നിന്നും ഉരുകിയിരിക്കും. അതാണ് മിനൽ അസാ, അല്ലാതെ പരിയിൽ അരി വാങ്ങാനില്ലാത്തതല്ല. മനസ്സിലാവണ്ട പറഞ്ഞത്? അരി വാങ്ങാത്ത പ്രശ്നമൊന്നും കവികൾക്കുണ്ടാവില്ല. ഇന്നലിൽ മുഅ്മിനി നൂറൻ ഫിൽ വജ്ഹി വലിയ നൂറൻ ഫിൽ ഖൽബി വലിയ ഫിൽ വജ്ഹി വസഅതൻ ഫിൽ റിസ്ഖി വമഹബ്ബതൻ ഫി ഖുലൂബിൻ നാസ്. ഒരു മുഅ്മിനായ മനുഷ്യൻ 4 ഗുണങ്ങളുണ്ടാവും. നൂറൽ ഫിൽ ഖൽബി, ഹൃദയത്തിൽ പ്രകാശം ഉണ്ടാവും. വലിയ ഫിൽ വജ്ഹി, മുഖത്തൊരു പ്രസന്നത ഉണ്ടാവും. വസഅതൻ ഫിൽ റിസ്ഖി, റിസ്ഖിൽ വിശാലത ഉണ്ടാവും. വമഹബ്ബതൻ ഫിൽ ഖുലൂബിൻ നാസ്, ജനഹൃദയങ്ങളിൽ അയാളെക്കുറിച്ച് സ്നേഹമുണ്ടാവും. സഅത്തുൻ ഫിൽ റിസ്ഖ് എന്ന് പറഞ്ഞാൽ വീട്ടിലിങ്ങനെ വാരിക്കോരി എന്നല്ല, വാരിക്കോരി വീട്ടിലുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അവർക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇന്ന് വേണ്ട, ഇന്നലെ കഴിച്ചപ്പോൾ അൽഹംദുലില്ലാ, ഇന്ന് അന്ന് വേണ്ട, അങ്ങനത്തെ ദാരിദ്ര്യം ഉണ്ടാവുള്ളൂ. ഇന്നൊരു മുറുക്ക് വെള്ളം കിട്ടിയില്ലല്ലോ എന്ന് അയൽവാസികളോടൊക്കെ പറയേണ്ട ഒരു ദുഃഖം ഉണ്ടാവില്ല. നാളെ പിന്നെ കഞ്ഞി വെക്കണം, അതിന് രാവിലെ അരി കിട്ടുകയും ചെയ്തു. അതാണ് സഅത്തുൻ ഫിൽ റിസ്ഖ്. മനസ്സിലാണ്ട് പറഞ്ഞത്? വളരെ ചിന്തിക്കണം. ദുനിയാവ് ഉണ്ടാകും എന്നാൽ ദുനിയാവ് ഉണ്ടാവില്ല. ദുനിയാവുണ്ടാകും, ദുനിയാവുണ്ടാവില്ല. ദുനിയാവുണ്ടാവും, ദുനിയാവുണ്ടാവില്ല. ഒരാൾ ഒരു മഹാനെ കാണാൻ വേണ്ടി യാത്ര പോയി. അന്ന് പോകുന്ന വഴിക്ക് ഒരാൾ ഒരു മഹാനെ കാണാൻ വേണ്ടി യാത്ര പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് എന്തുണ്ടായി? പോകുന്ന വഴിക്ക് ഒരു കടൽക്കരയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പം അയാൾ ഒരു സൂഫിയ. അപ്പം അയാൾ കയ്യിൽ ഒന്നുമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. അപ്പം ഇയാൾ ഈ യാത്ര, അതായത് ഒരു നല്ല മനുഷ്യൻ ഒരു മഹാനെ കാണാൻ പോയി. അപ്പം ഈ പോകുന്ന വഴിക്ക് ഒരു സൂഫിയെ കണ്ടു. അപ്പോൾ സൂഫിയെ കണ്ടപ്പോൾ സൂഫിക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല. അപ്പോൾ ഇയാളോട് ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ജീവിക്കണം? അപ്പോൾ പറഞ്ഞു, ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ മീൻ പിടിക്കാൻ ഇറങ്ങും ഈ വെള്ളത്തിലേക്ക്. അപ്പോൾ എനിക്ക് ഒരു മീൻ കിട്ടും എല്ലാ ദിവസവും. ആ മീനിനെ ചുട്ട് എന്നിട്ട് അങ്ങനെയാണ് കഴിഞ്ഞു വിടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളുടെ സുഹൃത്ത് നല്ല ഉഷാറിലിരിക്കണം.
അത് ഷാർലിരുന്നാലേ ഇത് പറയുള്ളൂ. അങ്ങനെ കിതാബ് നോക്കുമ്പോൾ കാണുന്ന ചില ചരിത്രങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ ഉള്ളതാണ്. ഒരാൾ എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ അപ്പോൾ കാണിച്ചു കൊടുക്കാൻ കഴിയും. കിതാബ് ഇല്ലാത്തൊരു വർത്തമാനം പറയില്ല. ഒരു സൂഫിയാക്കളെ കഥകളുള്ള കിതാബുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് സുഹൃദിൻ്റെ കിതാബൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില സത്യങ്ങളാണ്. മനുഷ്യൻ മനസ്സിലാക്കുന്നതല്ല ശരി, മനസ്സിലാക്കാത്തതാണ്. മനുഷ്യൻ ഒന്നും യഥാർത്ഥം മനസ്സിലാക്കണില്ല. അതായത് ചിന്തിക്കണം. ഒരു സ്വാലിഹായ മനുഷ്യൻ ഒരു സൂഫിയെ കാണാൻ പോവുകയാണ്. അങ്ങനെ സൂഫിയെ കാണാൻ പോകുന്ന വഴിയിൽ കടൽക്കരയിൽ ഒരു സാഹിദായ ജീവിത പരിത്യാഗിയായ ഭൗതിക പരിത്യാഗിയായ ഒരു പാറ്റ സൂഫിയായ മനുഷ്യനെ കണ്ടു. മനസ്സിലായില്ലേ? അങ്ങനെ കണ്ടപ്പോൾ അയാൾക്കൊന്നുമില്ല, അയാളുടെ കയ്യിലൊന്നുമില്ല, പിന്നെ ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നും. അപ്പം ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും കടലിൽ ഇറങ്ങിയാൽ ഒരു മീൻ കിട്ടും. അതിനെ ഞാൻ ചുട്ട് തിന്നും. അങ്ങനെയാണ് ജീവിക്കണമെന്നാണ് ഒറ്റ. അപ്പോൾ ഇയാൾക്ക് ഒരു വിഷമം തോന്നി. ഒരു മീൻ ചുട്ട് തിന്നിട്ടാണല്ലോ ഒരു മനുഷ്യൻ ദിവസം ജീവിക്കുന്നത്. അപ്പോൾ വലിയ സൂഫി തന്നെ എന്ന്. അപ്പോൾ ആ കടൽക്കരയുള്ള ആൾ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എടുക്കുക? അപ്പോൾ ഞാൻ ഇന്നാലിന്ന ഷെയ്ഖുൽ മശായിഖിനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ എന്നാൽ എനിക്കും വേണ്ടി ഒന്ന് ദ്വാരക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പോയി. അയാൾ ചെന്ന് ആ ഷെയ്ഖുൽ മശായിഖിനെ അടുത്ത് നോക്കുമ്പോൾ ഈ ഷെയ്ഖുൽ മശായിഖ് അവിടെ ഇല്ല. എവിടെ ഷെയ്ഖ് എവിടെ പോയി ചോദിച്ചു. അദ്ദേഹം രാജാവിൻ്റെ അടുത്ത് പോയതാണെന്നാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് രാജാവിൻ്റെ അടുത്ത് നിന്ന് വന്നു നോക്കുമ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതിനൊറാത്ത് അങ്ങനത്തെ ഭക്ഷണം ഭയങ്കര ഭക്ഷണം. ഇവിടെ സൂപ്പർ നിറയെ ഭക്ഷണം. അങ്ങനെ നല്ല ബെഡ് സൗകര്യമൊക്കെ ഇയാൾക്ക് കിട്ടി. കുറച്ച് കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഭക്ഷണം വന്നു. അത് ആദ്യത്തെ ഭക്ഷണത്തെക്കാളും നല്ല ഭക്ഷണമാണ്. അങ്ങനെ നല്ല ഭക്ഷണം, സുഭിക്ഷതയും എല്ലാം ഭയങ്കര ഭക്ഷണം. കുറച്ച് ദിവസങ്ങൾ ഈ മഹാൻ്റെ അടുത്ത് താമസിച്ചു. അപ്പോൾ ഈ ദേഷ്യം തോന്നി. ആരോട്? മഹാനോട്. ഞാൻ ആ വഴിക്ക് വന്നപ്പോൾ കണ്ട അയാളെത്ര നല്ല മനുഷ്യനാണ്. അയാളാകെ ഒരു പരളി ചുട്ടുന്ന കണ്ടാണ് ജീവിക്കുന്നത്. ഇയാൾ ഞാൻ വന്നപ്പോൾ തന്നെ പെടല്ല, രാജാവിൻ്റെ അടുത്ത് പോയിക്കാണ്. ഇയാളാണ് ഷെയ്ഖുൽ മശായിഖ്. ഇയാൾക്കകട്ടെ കിട്ടുന്ന ഇയാളെ വീട്ടിലുള്ള ഭക്ഷണത്തിനും വിഭവത്തിനും കയ്യും കണക്കും ഇല്ല. അങ്ങനെ കുറച്ച് ദിവസം ഏതായാലും ഇയാളെ കാണാൻ വന്ന് താമസിക്കല്ലെന്ന് ജീവിക്കല്ലെന്ന് ചോദിച്ചാൽ അയാളെ കൂടെ ജീവിച്ച് പിന്നെ തിരിച്ചു പോരാൻ ഒരുങ്ങിയപ്പോൾ പിന്നെ ഷെയ്ഖുൽ മശായിഖ് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും വല്ല കാര്യങ്ങളും എന്നോട് പറയാണ്ടോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ വരുന്ന വഴിക്ക് ഒരു സൂഫിയെ കണ്ടിരുന്നു. അപ്പോൾ അയാൾക്ക് വേണ്ടി ദ്വാരക്കങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖ് പറഞ്ഞു, എല്ലാവരും വിളിച്ചു കൂട്ടി, ഇവനോട് ഒരാൾ ദ്വാരക്കം പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അയാൾക്ക് വേണ്ടി നമുക്കൊന്ന് ദ്വാരക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ചു കൂട്ടി. ഞാൻ ദ്വാരക്കും നിങ്ങൾ ആമീൻ പറയണേന്ന് പറഞ്ഞ് ഇയാൾ ദ്വാരം എന്തെന്ന് അല്ലാഹുമ്മ അസിൽ ഹുബ്ബദ്ദുനിയ മിൻ ഖൽബി ദാലിക്കൽ റജുൽ. പഠിച്ചവനെ, ദുനിയാവിനോടുള്ള പ്രേമം ഓൻ്റെ കൽബിൽ നിന്ന് എടുത്തു കളയണേ എന്നാണ് ഇയാൾ ദ്വാരുന്നത്. മനസ്സിലായില്ല? ഭയങ്കര രസമാണ് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? സൂഫിയായ ഈ ഷെയ്ഖുൽ മശായിഖിന് അവസാനം തിരിച്ചു പോരാൻ ഈ വിരുന്നുകാരൻ ഈ നാട്ടിൽ കാണാൻ പോയി ചെന്ന ഈ മനുഷ്യൻ തിരിച്ചു വരുന്ന ദിവസം ഈ ഷെയ്ഖുൽ മശായിഖ് ഇയാളോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോന്ന്. അപ്പോൾ പറഞ്ഞു, എനിക്ക് എൻ്റെ കാര്യമൊന്നും പറയാനില്ല. ഞാൻ വരുന്ന വഴിക്ക് ഒരു സൂഫിയായ മനുഷ്യനെ കണ്ടിരുന്നു. അയാൾ നിങ്ങളോട് അയാൾക്ക് വേണ്ടി ഒന്ന് ദ്വാരക്കാൻ പറയാനാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരാളും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വരുന്നതാണ്. എല്ലാവരും അവിടെയുള്ള എല്ലാവരും വിളിച്ചു കൂട്ടി ദ്വാരുന്നു. എന്താ ദ്വാരുന്നത്? അല്ലാഹുമ്മ അസിൽ ഹുബ്ബദ്ദുനിയ മിൻ ഖൽബി ദാലിക റജുൽ. അല്ലാഹ്, ഇവൻ പോരണ വഴിക്ക് കണ്ട ആ ഒരുത്തണ്ടല്ലോ, ഓൻ്റെ കൽബിന്ന് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള പ്രേമം നീ നീക്കിക്കളയണം പഠിച്ചോനെ, ഓനെ ചൊന്ന് നന്നാക്കി കൊടുക്കണേ എന്നാണ് ഫതഹയ്യറ. ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഇയാൾക്ക് പിരാന്തായി. കാരണം ദുനിയാവുള്ളത് ആരെടുത്താണ്? ഇയാൾ ദുനിയാവേ ഉള്ളു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ വലിയ മഹാന്മാരല്ലേ, ഓരോടിപ്പം തട്ടുത്തരം പറയാൻ പാടില്ല. മനസ്സ് ആകെ മുതഹയ്യറായി തിരിച്ചു വന്നു. എന്താ വെച്ചാൽ അവിടെ എത്തിയപ്പോൾ പിന്നെ ആ കടൽക്കരയിലെ സൂഫി അവിടെ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് അർപ്പിച്ചില്ല, അത് അർപ്പിച്ചു, അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഫലം എനിക്ക് കിട്ടിയാണ്. അപ്പം അതിനും വലിയ അത്ഭുതം. എന്ത് ചോദിച്ചു?
എൻ്റെ കൽബിൽ കുറച്ച് ദുനിയാവ് ഉണ്ടായിരുന്നു. പക്ഷെ അത് മൂപ്പര് എന്നെ ദ്വാർന്നു വെച്ചു. ആ സമയവും കൃത്യതയൊക്കെ മനസ്സിലാക്കി പറഞ്ഞു. ആ സെക്കൻഡിലാണ് എൻ്റെ കൽബിൽ നിന്ന് ദുനിയാവുള്ള പ്രേമം പോയത്. അപ്പം എന്താണ് നിങ്ങൾക്ക് ദുനിയാവിനോടുള്ള പ്രേമം നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എന്നും മീൻ പിടിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ എന്ത് വിചാരിക്കും, പടച്ചോനെ ഇന്നലത്തെക്കാളും വലിയൊരു മീൻ കിട്ടിയെങ്കിൽ, ഇന്നലത്തെ മീൻ പോലെ ഇന്നലത്തെക്കാളും വലിയൊരു മീൻ കിട്ടിയെങ്കിൽ എന്ന് ഞാൻ കൊതിക്കാത്തൊരു ദിവസവും ഇല്ല. അത് ആ ദിവസം എൻ്റെ കൽബിൽ നിന്നാണ് പോയി. അതിപ്പം എൻ്റെ കൽബിൽ മീൻ കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയാലും വേണ്ടില്ല. അപ്പോൾ അയാൾ ചോദിച്ചു, അയാൾ പറഞ്ഞ ദുനിയാവിൻ്റെ നടുവില്ല, നിങ്ങൾ പറഞ്ഞ സൂഫിയാണ്, എന്നിട്ട് നിങ്ങളെന്തേ അയാളെപ്പോഴും മഹാനാക്കണം? അപ്പോൾ പറഞ്ഞു, രണ്ട് തരം ആളുകളുണ്ട്. ചില ആളുകളുടെ കൽബിൽ ദുനിയാവുണ്ടാവും, ചില ആളുകളെ കയ്യിൽ ദുനിയാവുണ്ടാവും. കല്ലിൽ ദുനിയാവുള്ളവൻ ആഖിറത്തിൻ്റെ ആളും, കൽബിൽ ദുനിയാവുള്ളവൻ ദുനിയാവിൻ്റെ ആളുമാണ്. ഇതാണ് പാഠം, ഭയങ്കര പാഠമാണ്. മനസ്സിലായോ പറഞ്ഞത്? കയ്യിൽ ദുനിയാവുണ്ടായതുകൊണ്ട് ഒരു പ്രശ്നമില്ല, കൽബിൽ ദുനിയാവുണ്ടാവുള്ള പ്രശ്നമുള്ളൂ. അള്ളാഹു നീക്കാൻ പറഞ്ഞത് എവിടുന്നാണ്? കൽബെന്നാ ദുനിയാവ്. റബ്ബ് ദുനിയാ, ദുന്യാവിനുള്ള പ്രേമം നിന്റെ കൽബെന്ന് നീക്കലാണ്, ദുന്യാവ് നീക്കലല്ലോ. നീ പരിത്യാഗിയാവുക. എന്നാൽ സമ്പത്തിനോടുള്ള നിന്റെ ഹൃദയബന്ധം വർജിക്കലാണ്. ലാ ഫഖ്ദുല്ലഹു, സമ്പത്ത് വർജിക്കലല്ല. മുതലുണ്ടാകൽ പ്രശ്നമല്ല, മുതലിനോടുള്ള കൊതി എവിടെ ഉണ്ടാകരുത്? കൽബിലുണ്ടാകരുത്. അപ്പോൾ ദുനിയാവില്ലാത്തവൻ ആഖിറത്തിൻ്റെ ദുനിയാവിൻ്റെ ആളായിരിക്കും. ചിലപ്പോൾ ദുനിയാവുള്ളവൻ ആഖിറത്തിൻ്റെ ആളായിരിക്കും. അവൻ്റെ കയ്യിൽ ദുനിയാവുണ്ടാവും, കൽബിൽ ദുനിയാവുണ്ടാവില്ല. നമ്മളെപ്പോലത്തെ ഒരു കയ്യിൽ ദുനിയാവില്ല, കൽബ് നിറച്ച് ദുനിയാവാം. ഈ കയ്യിൽ ദുനിയാവില്ലാതെ കൽബിൽ ദുനിയാവ് കൊണ്ട് നടക്കുന്നവനെ നമ്മൾ എന്ത് പറയും? കയ്യിൽ ദുനിയാവില്ല, കൽബിൽ ദുനിയാവും കൊണ്ട് നടക്കുന്ന ഈ ഹമുക്കിനെ നമ്മൾ സൂഫി എന്ന് പറയും. കൽബിൽ ദുനിയാവില്ല, കയ്യിൽ പള്ള നിറച്ച ദുനിയാവുണ്ടായ ഇവനെ നമ്മൾ ഹമുക്കെന്ന് പറയും. നേരെ തിരിച്ച, ദുനിയാവ് പോകണ്ട എവിടുന്ന? കയ്യിൽ നിന്നല്ല. ലാ ഫഖ്ദുൻ ലഹു, സമ്പത്തിനെ വർജിക്കലല്ല, സമ്പത്തിനോടുള്ള പ്രേമം കൽബിൽ നിന്ന് വർജിക്കലാണ് തസൂഫ്. അതാണ് സൂഫിസം. മനസ്സിലായില്ല? സൂഫിസം എന്നാൽ സമ്പത്ത് വർജിക്കലല്ല, സമ്പത്തിനോടുള്ള അത്യാർത്തിയെ പറ കുട്ടി കൽബെന്ന് വർജിക്കലാണ്. മനസ്സിലാവണം നിങ്ങൾക്ക് പറഞ്ഞു? അതായത് കിട്ടണം കിട്ടിയ അയാളൊരാർത്തി, അയാളിപ്പോൾ ഒരാർത്തിയാണല്ലോ. നില പരലാണ് കിട്ടിയത്. അപ്പോൾ അയാൾക്ക് ദിവസം ഒരു പരലിനെ കിട്ടും, അവിടുന്ന് അത് ചുട്ടൊന്ന് കഴിഞ്ഞോടും. അപ്പോൾ അയാൾക്ക് പൂതിയാണ് എന്ത്? ഒരു വലിയ മീൻ കിട്ടിയെങ്കിൽ. കിട്ടുന്നില്ല. മറ്റേയാൾക്ക് മീനും ഇറച്ചിയും പള്ള നിറച്ചാണ്. പക്ഷെ അതേ സമയത്ത് അയാൾക്കായും ഒരു ബന്ധമില്ല. അയാളെ കയ്യിലാണ് ദുനിയാവ്, എവിടെയല്ല? കൽബിലല്ല. മറ്റേ ആളെ സൂഫിൻ്റെ കൽബിലാണ് ദുനിയാവ്, എന്തിലല്ല? കയ്യിലല്ല. കയ്യിൽ ദുനിയാവില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. ഈ വളരെ വലിയ പാടാണത്. മനുഷ്യന്മാർ നേരെ എതിരെ മനസ്സിലാക്കുക. മനസ്സിലാവേണ്ട കുട്ടികൾ ഇത് വളരെ ചിന്തിക്കുക. അപ്പോൾ ഭയങ്കര പാടാണ്. നമ്മൾ നേരെ എതിരെ മനസ്സിലാക്കുക. ഒരു മുഴിഞ്ഞ കുപ്പായിട്ട് നടക്കണോനെ ഓൻ നമ്മൾ സൂഫി മനസ്സിലാക്കും, ഓൻ കള്ളനിരിക്കും. അതേ സമയത്ത് ഇത് ഓരോ നേരം അലക്കി തേച്ച് സ്ഥിരിച്ച് നടക്കുന്നവൻ അങ്ങനെ നടക്കും. പക്ഷെ അവൻ്റെ കൽബിൽ അള്ളാഹ് മാത്രമേ ഇരിക്കും. അവൻ്റെ കൽബിൽ ദുനിയാവ് എന്ന സാധനം ഉണ്ടാകുന്നില്ല. ഈ മുഴിഞ്ഞ കുപ്പായിട്ട് നടക്കണവൻ രാജാവ് ഒരു തെറ്റ് ചെയ്താൽ ഒരു വർത്തമാനം പറയില്ല. എന്തുകൊണ്ട്? പിന്നെ കിട്ടുമെന്ന പ്രതീക്ഷ കാണും. എന്തേലും കിട്ടുകയാണെങ്കിൽ അയാൾക്ക് നല്ല കിട്ടാള്. അപ്പോൾ ഓന് പറയുന്ന എതിര് പറയണ്ട. നേരെ മറിച്ച് മറ്റൊരുത്തനുണ്ട്, ഓൻ്റെ കൈ നിറച്ച ദുനിയാവുണ്ട്. അതേസമയത്ത് രാജാവ് ഒരു ദോഷം പറഞ്ഞാൽ അത് തോന്നിയാസാന്ന് പറയും. അത് രാജാവ് ഇയാൾക്ക് വലിയ നഷ്ടം വരുത്തിയേക്കും, അത് അയാൾക്ക് പ്രശ്നമില്ല. ദുനിയാവ് നഷ്ടപ്പെട്ട അയാൾക്കൊരു വിഷമമില്ല. ഇന്ന് നമ്മളെ നാട്ടിൽ നടക്കുന്ന തിന്മകളുടെ മുഴുവൻ അടിസ്ഥാനം അതാണ്. എന്ത്?
പറയേണ്ടവർ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കുക. എന്തിനാണ് പറയാതിരിക്കുന്നത്? ഇവർക്ക് നഷ്ടം ഉണ്ടാവുന്നൊരു പേടിക്കാണ്. എന്ത് നഷ്ടടോ, എന്ത് നഷ്ടമാണ് മുഅ്മിനായ മനുഷ്യന്. മുഅ്മിനായ മനുഷ്യൻ അജബല്ലി അംരിൽ മുഅ്മിനി ഫഇന്നൽ അംറ കുല്ലഹു ലഹു. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്, എല്ലാം അവന് ലാഭമാണ്. ഇദാ മസ്സതുഹു ശക്ര ഇദാ മസ്സതുഹു സറഉ ശക്ര ഫഹുവ ഖൈറുൻ ലഹു വഇദാ മസ്സതുഹു ളറഉ സബറ ഫഹുവ ഖൈറുൻ ലഹു. സന്തോഷവും സമൃദ്ധിയും ഉണ്ടായാൽ അവൻ നന്ദി ചെയ്യും, അത് അവന് ഖൈറായിരിക്കും. വഇദാ മസ്സതുഹു ളറഉ, പ്രാരാബ്ദവും വിഷമവും ഇല്ലായ്മയും വന്നാലോ സബറ, അവൻ ക്ഷമിക്കും, ഫഹുവ ഖൈറുൻ ലഹു, അത് അവന് ഖൈറായിരിക്കും. അജബല്ലി അംരിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം വലിയ അത്ഭുതമാണ്. ഫഇന്നൽ അംറ കുല്ലഹു ലഹു, എല്ലാ കാര്യവും അവന് ലാഭമായിരിക്കും. എന്നാണ് മുഅ്മിൻ. അയ്യുൽ ജിഹാദി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും വലിയ യുദ്ധം ഏതാണ് നബിയെ എന്ന് ചോദിക്കപ്പെട്ടു പുണ്യ റസൂലിനോട്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ ജിഹാദി കലിമത്തു ഹഖ് ഇൻദ സുൽത്താനിൻ ജായിർ. ഒരു ഉന്നതന്റെ മുഖത്ത് നോക്കിയിട്ട് നേര് പറയലാണ്. അത് ശരിയല്ല, നിങ്ങളെ പറഞ്ഞാൽ ശരിയല്ല. അപ്പോൾ ഭയങ്കര നഷ്ടം ഉണ്ടാക്കും ഇയാൾക്ക്. അയാൾക്ക് പ്രശ്നമല്ല. എന്ത് നഷ്ടം? എന്താ മുഅ്മിനായ മനുഷ്യൻ നഷ്ടമില്ല. എന്ത് നഷ്ടം ഉണ്ടായാൽ എന്ത്? നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ആ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തെറ്റുകൾ കീഴ്വഴക്കമാവുകയും ഉമ്മത്ത് നശിക്കുകയും ചെയ്യും. അത് തെറ്റാന്ന് പറയാൻ എന്താണ്? പറയാൻ എല്ലാവർക്കും അറിയാം തെറ്റാണ്, പറഞ്ഞത് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പറയില്ല. പറഞ്ഞാലും അവർക്ക് നഷ്ടം ഉണ്ടാവും. വലിയൊരു തെറ്റ് പറഞ്ഞാലും തെറ്റന്നെ. വലിയൊരു തെറ്റ് പറഞ്ഞാലാണത് വലിയ തെറ്റ്. എന്തുകൊണ്ട്? ആ തെറ്റിനെ പിന്നെ ജനം അനുധാവനം ചെയ്യും. അത് പറഞ്ഞാൽ എന്താ പ്രശ്നം? പറഞ്ഞാൽ നമുക്ക് നഷ്ടം പോയിക്കും. അപ്പം അവൻ നിസ്കരിക്കും, നോമ്പ് വെൽക്കും, അവർ നെഞ്ചത്തേക്ക് നമ്മൾ 25 ആയത്തുൽ കുർസി ഓതി നിസ്കാരം കഴിഞ്ഞാൽ ഊതും. അതിലൊക്കെ എന്ത് ചങ്ങായി കാര്യം? 25 ആയത്തുൽ കുർസി 33 ആയത്തുൽ കുർസി നെഞ്ഞത്ത് കൂതിയിട്ട് എന്ത് ഒലക്കേടാ നിനക്ക് കിട്ടാനുള്ളത്? അതാണ് ദീന്. എന്താ ദീന്? ദീൻ എന്നാൽ കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ. ഒരു തോന്നിയാസം പറയുമ്പോഴും ശരിയല്ലാത്തൊരു വാക്ക് നേതാവ് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാനുള്ള നിന്റെ ആർജവും, അതാണ് ദീന്. ആ ഒരു വാക്കിന് 10,000 ആയത്തുൽ കുർസിന്റെ വേറെ ശക്തിയാണ്. എന്തുകൊണ്ട്? ആ വാക്കവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ജനം പിഴക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതിൻ്റെ ഇത്രേ ഞാൻ ഇപ്പം പറയുന്നുള്ളൂ, ഇനിയും പറയും. അതിപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഞാൻ 2-3-4 ആഴ്ച മുമ്പ് ആക്കാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് പറയാം. ഞാൻ പറയുന്ന നിർത്തുന്ന ഒരാരും വിചാരിക്കണ്ട. എനിക്ക് അള്ളാൻ്റെ കൂലിട്ട് രണ്ടാവശ്യം. ഈ ലോകാട്ടി പറഞ്ഞാൽ എനിക്ക് വിഷയമല്ല. അള്ളാഹു നിറച്ചു കൊടുത്തൊരു മനുഷ്യൻ എന്ത് പേടിയാണ്. അള്ളാഹു നിറച്ചെന്ന് വെച്ചാൽ ഞാൻ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സമാനിൽ നിറച്ചെന്നൊരു മനുഷ്യനാണ് ഞാൻ. ഒരു കമ്മിയില്ല. പിന്നെ എനിക്കെന്താ? എൻ്റെ റബ്ബിൻ്റെ തൗഫീഖാണ്. ഒരു നഷ്ടം എന്നെ ബാധിക്കൂല. ആർക്കും എന്നെ നഷ്ടപ്പെടുത്താനും കഴിയില്ല. ഇൻഷാ അല്ലാഹ് എൻ്റെ റബ്ബിൻ്റെ സഹായത്താൽ. നഷ്ടം ഞാൻ ഭയപ്പെടുന്നില്ല. ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. അപ്പം ഇതന്നെ മനുഷ്യന്. അപ്പം ഇവിടെ എന്തെന്ന് പറയാം? ഇവിടെ ഞാൻ തസൗഫ് പറഞ്ഞപ്പോൾ പറഞ്ഞ സംഗതിയാണ്. തസൗഫ് പറഞ്ഞപ്പോൾ തസൗഫിലേക്ക് എങ്ങനെ എത്തി എനിക്കറിയില്ല. ഏതായാലും മനസ്സിലായില്ല. ഞാൻ മനുഷ്യൻ തെറ്റാണ് മനസ്സിലാക്കുക. ഇപ്പം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിൽ എന്താണ്? കൊട്ടാരത്തിൻ്റെ ചുമരിലാണ് രത്നം വെക്കണത്. കൊട്ടാരത്തിൻ്റെ ചുമര് നിറച്ച് രത്ന. മനസ്സിലായില്ല? പറ ആർക്ക്? സയ്യിദ്ന സുലൈമാൻ. അതേ സമയത്ത് ഈ മനുഷ്യൻ സൂഫിയാണ്. അപ്പം എവിടെയാണ് മുതൽ? എവിടെയാണ് മുതൽ? കയ്യിൽ. എവിടെ ഇല്ല? കൽബിൽ. ഒരു നബിക്കും ദുനിയാവ് ഉണ്ടാവില്ല. കാരണം അവർ മഅ്സൂമീങ്ങളല്ലേ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ അതിനേക്കാൾ മുനസ്സഹീങ്ങളാണ്. നബിമാർക്ക് കൽബിൽ ദുനിയാവേ ഉണ്ടാവില്ല, കയ്യിലുണ്ടാവും. സയ്യിദുനാ ദാവൂദ് കയ്യിൽ വളർച്ച ദുനിയാവുണ്ട്.
സയ്യിദ്നാ സുലൈമാൻ പള്ളർ ശൂന്യമുണ്ട്. അള്ളാഹിൻ്റെ ഹബീബിന് ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ഭാര്യമാരുണ്ട്. നിങ്ങൾ പ്രത്യക്ഷമായി അത് കാണണ്ട. അത് കയ്യിലുന്യവാണ്. കയ്യിലുന്യവ് ആർക്കുണ്ടാവുക? ഞാൻ അതിൻ്റെ ലക്ഷ്യം ദുന്യാവുമല്ല, അതിൻ്റെ ലക്ഷ്യം ആഖിറുമാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ കൈ നോക്കി കണക്കാക്കരുത്. നമ്മൾ കൈക്കാ നോക്കുക. കയ്യൊക്കെ നോക്കിയിട്ടല്ല കണക്ക് പറയേണ്ടത്, കൽബിലേക്ക് നോക്കുക. കൽബിലേക്ക് നോക്കാനാകട്ടെ. അപ്പം നോക്ക്, ദൂരെ നിന്ന് ഒരു മനുഷ്യൻ, അപ്പം ഇയാളാണ് യഥാർത്ഥ വലിയ, മറ്റേ ആളല്ല. മറ്റേ ആൾ വലിയ മീൻ കിട്ടുമോ നോക്കി വേർക്കുന്ന മനുഷ്യനാണ്. ഇയാൾ എന്ത് ചെയ്തു? ഈ ദുനിയാവിൻ്റെ മുകളിൽ അടയിരിക്കുന്ന ഈ ശൈഖായ മനുഷ്യൻ നിങ്ങൾ എന്തേ പറഞ്ഞു? അന്നാൻ്റെ മനുഷ്യങ്ങൾ ദ്വാർക്കാൻ ഏൽപ്പിച്ചു. അപ്പം എന്താ ദ്വാർന്ന്? അല്ലാഹുമ്മ അസിൽ ഹബ്ബദ് ദുനിയാ മിൻ ഖൽബിഹി. പഠിച്ചോൻ ഓൻ്റെ കൽബിൽ നിന്ന് ദുനിയാവിനോടുള്ള പ്രേമത്തെ നീ എടുത്തുകളെ. അത് എവിടെയുള്ള ആളാണ്. അതാണ് കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്നത്. അതാ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാർ. നീ ഔലിയാക്കളാ അക്കാലത്ത് ഏറ്റവും വലിയ മൊലാളിയാണ്. അപ്പോൾ ഒരാൾ മൊലാളി ആയതുകൊണ്ട് വലിയാകാതിരിക്കില്ല. ഒരാൾ സാധു ആയതുകൊണ്ട് സ്വാലിഹാവില്ല. പച്ചപ്പാവാണ്, പച്ച അമുക്കുമായിരിക്കും. കരഞ്ഞിട്ട് മരിച്ചാലും നരകത്തിലാണെങ്കിൽ എന്നാൽ ചിരിച്ചിട്ട് മരിച്ചൂടെ. അങ്ങനെ ഒരു വാക്കുണ്ട്, വയലാറിൻ്റെ ആണ്. 1970കളിലാണ് പാട്ട്. ഒരു 50 കൊല്ലെങ്കിലും ആയി. കരഞ്ഞിട്ട് മരിച്ചാലും നരകത്തിലാണെങ്കിൽ എന്നാൽ ചിരിച്ചിട്ട് മരിച്ചൂടെ. അതൊക്കെ വയലാറിനെ പോലത്തെ വെട്ടിത്തരങ്ങളാണ്. കരയിലും ചിരിക്കലും സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മാനദണ്ഡം അല്ല. കരഞ്ഞതുകൊണ്ട് സ്വർഗത്തിൽ കിടക്കൂല, ചിരിച്ചുകൊണ്ട് നരകത്തിലും കിടക്കൂല. എന്താ ചിരിച്ചിരി? ഒരാൾ ആയുസ്സും ചിരിച്ചാ ചോദിച്ചു. എന്നാലെന്ത്? എൻ്റെ കൽബിലാരുണ്ട്? അള്ളാഹുണ്ട്. തോന്നിയാസത്തിനാണ് കിട്ടൂല. നമുക്ക് പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ കരയലും ചിരിക്കലും അതൊന്നും മാനദണ്ഡമല്ല, ഒന്നും മാനദണ്ഡമല്ല. കരഞ്ഞതുകൊണ്ട് സ്വർഗത്ത് കിടക്കൂല, ചിരിച്ചുകൊണ്ട് കിടന്നുറങ്ങിയോണ്ട് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് സ്വാലിഹാവൂല, തഹജ്ജുദ് നിസ്കരിക്കാത്ത ഉറങ്ങിയോണ്ട് ഫാസിഖുമാവൂല. ഒരാൾ തഹജ്ജുദേ നിസ്കരിക്കൂല, ഇശ നിസ്കരിച്ചിട്ട് പിന്നെ സുബഹിക്ക് ഭാര്യത്തോടും പേണിക്കും. അതുവരെ പോത്തുറങ്ങുന്നവരുറങ്ങും, ഓൻ സ്വാലിയായിരിക്കും. തഹജ്ജുദ് നിസ്കരിക്കണം, അമുക്കും ഇരിക്കും. അങ്ങനെയും വരും. ഇതൊന്നും മാനദണ്ഡമല്ല. കാരണം അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ലല്ലോ. അതിനെന്താ? അള്ളാഹു നിർബന്ധിക്കിയത് ഹക്കും ബാത്തിലും അനുസരിച്ച് ജീവിക്കാനാണ്. കണക്ക് വായിച്ചപ്പോൾ പള്ളി പ്രസിഡന്റ് ആണ് കണക്ക് കൈകാര്യം ചെയ്യുക. മൂപ്പര് തന്നെയാണ്, മൂപ്പരാണ് സെക്രട്ടറിക്കൊക്കെ ഒരു പണിയില്ല. അപ്പോൾ 20 ലക്ഷം റുപ്യൊക്കെ കണക്കില്ല. 20 ലക്ഷം റുപ്യ കാണാനില്ല, പള്ളിന് 20 ലക്ഷം റുപ്യ കാണാനില്ല. അപ്പോൾ ബാളായി കമ്മിറ്റി ജനറൽ ബോഡിയിൽ. അപ്പോൾ പ്രസിഡന്റിൻ്റെ ആളുകൾ പിന്നെ മൂപ്പരങ്ങനെ എടുക്കൂല, അങ്ങനെയല്ല. അപ്പോൾ മൂപ്പര് ഞാൻ 40 റക്അത്താണ് എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് മറ്റവൻ പറഞ്ഞ് ഇജ്ജ് തഹജ്ജുദ് നിസ്കരിക്കണ്ടേ, ഞാൻ പൈസ കൊടുക്കുക. 40 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളത്, 1 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക ദീനിന് മാനദണ്ഡമല്ല. ദീനിന് എത്രയേ ഉള്ളൂ. ഇശ നിസ്കരിച്ചിട്ട് പിന്നെ എന്ത് നിസ്കരിക്കണം? സുബഹി. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും നിസ്കരിച്ചില്ല, ഒരു ഒലക്കും വരാൻ പോണില്ല. അതേ സമയത്ത് അവന് ഹക്കും ബാത്തിലുണ്ടാകും. ഇവരൊക്കെ വോട്ടെടുക്കാൻ 1000 സ്വലാത്തില്ല, ദിവസം 1000 സ്വലാത്തില്ല. അപ്പം സ്വാലിയായി. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? 1000 സ്വലാത്തില്ലതുകൊണ്ട് സ്വാലിയാവില്ല. ഒരു സ്വലാത്ത് ചെല്ലാത്തതുകൊണ്ട് ഫാസിഖ് പോവില്ല. അങ്ങനെയൊന്നും കണക്കാക്കണ്ട. ചിലപ്പോൾ 1000 സ്വലാത്തോണ്ട് നാളെ രക്ഷപ്പെട്ടേക്കാം, അത്രേ ഉള്ളൂ. മറ്റവനെ ആവശ്യം തന്നെ. മറ്റവനെ കാണുമ്പോൾ തന്നെ നബി വെള്ളം കൈ പിടിച്ച് നിൽക്കണം, വന്നെങ്കിൽ കൊടുക്കാനെന്ന് വിചാരിച്ച്. മറ്റവന് വന്നപ്പോൾ നബി വെള്ളം മുക്കിയത് തന്നെയല്ലേ. എന്തുകൊണ്ട്? ഇവൻ ആ ജാതി അമുക്കാണ്. പിന്നെ സ്വലാത്ത് ചെല്ലിയതുകൊണ്ട് മലക്കിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താ കാട്ടെ, അവൻ 1000 സ്വലാത്തൊക്കെ നബി ചെല്ലിയല്ലേ, ആയിക്കോട്ടെ. അപ്പം നബി മുഖത്തൊക്കെ നോക്കാതെ എന്നാ കുടിച്ചോ അമുക്കെ, അങ്ങനെയും കൊടുക്കാം. മറ്റും ഒരു സ്വലാത്തും ചെല്ലാത്തവനാണ്, പക്ഷെ അവൻ സത്യസന്ധനാണ്. അള്ളാഹു പറഞ്ഞ ഫർളൊക്കെ വീട്ടിയിട്ടുണ്ട്, സത്യസന്ധനായി ജീവിച്ചിട്ടുണ്ട്. അവനാണ് ദീനുള്ളവൻ.
അപ്പോൾ ഓന് ഹൗദുൽ കൗസറിലെ വെള്ളം കൊണ്ട് നബി കാത്തുക്കും. കാരണം നബി പറഞ്ഞത് ഓൻ്റെ കയ്യിലുള്ളത്. നബി പറഞ്ഞത് എന്താ? ഇപ്പം ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു നബി എന്തിനാ വന്ന്? നബി വന്നത് നീതി നടപ്പിലാക്കാൻ. ഈ ലോകത്ത് നബിയെ ഏറ്റവും വിഷമിക്കണം നീതി നഷ്ടപ്പെടലാണ്. നിസ്കാരം നോമ്പല്ല. നീതിയെ ആക്ഷേപിക്കുന്ന ഒരു വരി ഖുർആനിലില്ല. നിസ്കാരത്തെ ആക്ഷേപിക്കുന്ന വാക്കുണ്ട്. നീതി ആക്ഷേപിക്കുന്നൊരു വാക്ക് ഖുർആനിലും ഹദീസിലും ഇല്ല. നീതി അതാണ് ലോകത്തിന് ആവശ്യം. എന്താ ദീനിൻ്റെ ലാഭം? ദീനിൻ്റെ ലാഭം നീതിയാണ്, നിസ്കാരമല്ല. ദീനിൻ്റെ ലാഭം എന്ന് പറഞ്ഞാൽ അത് നീതിയാണ്. അതിനേക്കാൾ വലിയൊരു സംഗതിയോ ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ നീതിമാൻ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തെ നീതി ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ മുഹമ്മദാണ്. ഞാനിതിവിടെ പറഞ്ഞത് എന്തെന്ന്, മദീനത്ത് പോയിട്ട് എനിക്ക് പറയണം നബിയോട്, ഞാൻ അഭിമുഖീകരിച്ചതെല്ലാം മിനൽ അസാ, വേദനകളാൽ. അതെന്താണ് ആ വേദന? അരില്ലാത്തതും കഞ്ഞില്ലാത്തതൊന്നുമല്ല. അവിടുന്നാണ് നമ്മൾ പോകുന്നത്. നീതിയില്ലാത്തത്. അപ്പൊ കവിയെ വേദനിപ്പിക്കുന്നത് നീതിയില്ലായ്മ. കാരണം ദീൻ എന്നാൽ നീതിയാണ്, നിസ്കാരം നോമ്പൊന്നുമല്ല. നിസ്കാരം നോമ്പുമല്ല, നിസ്കാരം നോമ്പുമല്ല, നീതിയാണ്.